ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ് ബക്കറ്റ് ചിക്കൻ. ഇതിനായിട്ട് ചിക്കൻ ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വരഞ്ഞെടുക്കാം. മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ വരഞ്ഞെടുക്കുന്നത്. ചിക്കൻ ഇവിടെ നന്നായി വരഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. ഇനി നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മസാലക്കൂട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കത് ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. എല്ലായിടത്തും നന്നായി മസാല തേച്ച് കൊടുക്കാം. അങ്ങനെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ്റെ കഴുത്ത് വേണമെങ്കിൽ നമുക്ക് അകത്തേക്ക് കയറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്കൊരു കമ്പ് ആവശ്യമാണ്. അതിനായി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പേരയുടെ ഒരു കമ്പാണ്. അത് നമുക്ക് നന്നായി ഒന്ന് മണ്ണിൽ അടിച്ച് ഉറപ്പിക്കാം. അത് കറക്റ്റാണോ എന്ന് അറിയുന്നതിനായി നമുക്ക് ബക്കറ്റ് വെച്ചൊന്ന് നോക്കാം. ദേവും കുഞ്ഞിനും കൂടിയാണ് ഇവിടെ ബക്കറ്റ് ചിക്കന് ആവശ്യമുള്ള കമ്പ് ഉറപ്പിക്കുന്നത്. ചിക്കൻ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിലേക്ക് വാഴയില ഒന്ന് വെച്ച് കൊടുക്കാം. ആ വാഴയില അതേ ഇപ്പോൾ കുഞ്ഞും കീറി കളഞ്ഞ് സാരിയില്ല, നമുക്കത് എന്നാലും അതൊന്ന് വെച്ച് നോക്കാം. ചിക്കനിൽ മണ്ണ് പറ്റാത്ത രീതിയിൽ നമുക്ക് വാഴയിലകൾ വെച്ച് അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരമണിക്കൂർ മുമ്പ് മസാല പുരട്ടി വെച്ച ചിക്കൻ കമ്പിലേക്ക് ഇറക്കി വയ്ക്കാം. ചൂട് തട്ടുമ്പോൾ ചിക്കൻ ചിലപ്പോൾ താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാലുകളൊന്ന് ഒരു ചെറിയ കമ്പി വെച്ചൊന്ന് കെട്ടി വയ്ക്കാം. പിള്ളേരെല്ലാം ഇവിടെ ചുറ്റും ആകാംക്ഷയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ബക്കറ്റ് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ബക്കറ്റിൻ്റെ പുറത്ത് വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ചിലപ്പോൾ തീരെ ചൂടടിക്കുമ്പോൾ ബക്കറ്റ് പൊങ്ങിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി തീ കത്തിക്കുന്നതിന് ആവശ്യമുള്ള വിറക് കഷ്ണങ്ങൾ നമുക്ക് ബക്കറ്റിന് ചുറ്റും അടുക്കി വയ്ക്കാം. കുഞ്ഞും വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. വേഗം കത്തുപിടിക്കുന്നതിനായിട്ട് ഓലയും ചെറിയ ചുള്ളിക്കമ്പുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പില്ലർ സെറ്റുകളെല്ലാം അങ്ങ് മാറ്റി നിർത്താം. വേഗം തീ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ചുറ്റും നമ്മൾ കർപ്പൂരം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ പിടിപ്പിക്കാം. നന്നായി തീ കത്തുന്നുണ്ട്. എല്ലാ സൈഡും ഒരുപോലെ തീ കത്തുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഒരു വശം വെന്തും മറ്റേ വശം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിള്ളേർ സീറ്റുകളെല്ലാം അങ്ങ് മാറി നിന്ന് ഈ തീ കത്തുന്നത് നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ 12 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിറകൊന്ന് മാറ്റി കൊടുക്കാം. ഇനി കനലിൽ കിടന്നാണ് അത് വേകേണ്ടത്.
ഇനി കുറച്ച് കനൽ ബക്കറ്റിൻ്റെ പുറത്ത് വാരിയിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം കനലിൽ കിടന്നത് വേകണം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബക്കറ്റൊന്ന് മാറ്റി നോക്കാം. നന്നായി സൂക്ഷിച്ചെടുക്കണം, കൈ പൊള്ളാതെ ബക്കറ്റൊന്ന് മാറ്റിയെടുക്കാം. അടിപൊളിയായിട്ടുണ്ട്. പലരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊരു പരീക്ഷണമായിട്ടാണ് ഞങ്ങൾ ചെയ്തത്, പക്ഷേ അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ട്രൈ ആണ് ചിക്കൻ. നന്നായിട്ട് നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല മണം വന്നിട്ടുണ്ട്, നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ സാധനമായിട്ടുണ്ടോ ഒന്നും പറയാനില്ല. നമുക്ക് ഇനി ടേസ്റ്റ് ആണ്. കട്ട വെയിറ്റിംഗ് ആണ് ഇവിടെ. ആ പിള്ളേരൊക്കെ ഇവിടെ വാരി കൊതി കുറേ നേരം 10-15 മിനിറ്റ് ആയി പിള്ളേർ ഇവിടെ കട്ട കൊതിയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. ഞങ്ങളുടെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് അടിക്കണം. പിള്ളേർ സെറ്റുകളെല്ലാം ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. നമുക്ക് പിള്ളേർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. പലരുടെയും വീഡിയോ നോക്കിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. പിള്ളേർക്കെല്ലാം ഇഷ്ടമായി. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സന്തോഷമായിരിക്കുക. നന്ദി, നമസ്കാരം.